ഇന്ന് ജാനുവരി 2 പുതിയ വർഷം തുടങ്ങിയിട്ട് 2ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം കണ്ടല്ലോ, അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ് കേട്ടോ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ അവസാനം വരെ പങ്കെടുക്കുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് കർത്താവ് തരുന്ന വചനം ഇതാണ്: കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. യെശയ്യാ പ്രവാചന പുസ്തകം 62-ാം അധ്യായം 2-ാം തിരുവചനം. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നമ്മൾ ഈ പുതിയ വർഷം അറിയപ്പെടാൻ വേണ്ടി പോവുക. എത്ര പേര് വിശ്വസിക്കുന്നില്ല? അങ്ങനെയുള്ളവരെ ആമേൻ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് വിശ്വാസത്തോട് ഇത് ഏറ്റെടുത്തോ കേട്ടോ. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. നമുക്കറിയാം, ഈ ലോകത്തിൽ പല മനുഷ്യരും നമ്മളെ പല പേരും വിളിക്കാറുണ്ടല്ലേ. ചിലപ്പോൾ ഇരട്ടപ്പേരെന്നൊക്കെ പറയും പല സ്ഥലങ്ങളിൽ. എനിക്ക് പൊതുവേ അങ്ങനെ വിളിക്കാൻ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, സങ്കടമായിരുന്നു. നമുക്കും അങ്ങനെ ആയിരിക്കാം അല്ലേ. നമുക്ക് ഒരു പേര് ഉണ്ട്, ആ പേര് വിളിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ കളിയാക്കാനായി പരിഹസിക്കാനായി ഇരട്ടപ്പേര് വിളിക്കും. അത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. അതല്ല കേട്ടോ ഇവിടെ പറയുന്നത് കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. എന്താണെന്ന് നിനക്കറിയോ? അതായത് നമുക്ക് വിശുദ്ധ ബൈബിളിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, സാവൂള് പഴയ വ്യക്തിയാണ്, പഴയ പേരാണ് സാവൂളിൻ്റെ. പക്ഷെ കർത്താവ് വിളിച്ച പേരെന്താ? പൗലോസ്. അതുപോലെ പഴയ നിയമത്തിലേക്ക് പോവുകയാണെങ്കിൽ യാക്കോബ് പഴയ പേരാണ്, ചതിയൻ എന്നാണ് അതിൻ്റെ പേര്. എന്നാൽ കർത്താവ് വിളിച്ചെന്താ? യാക്കോബെ, നീ ഇനി മുതൽ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കണ്ട, ഇസ്രായേൽ എന്നായി. അതുപോലെ നമ്മുടെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ അല്ലേ, ശിമിയോൻ എന്നായിരുന്നു ആദ്യത്തെ പേര്. പക്ഷെ കർത്താവ് തിരഞ്ഞെടുത്ത് കർത്താവ് ഉയർത്തിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ പേര് പത്രോസ് എന്നായി. പത്രോസേ, നീ പാറയാവുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. ഇതുപോലെ പഴയ ലൈഫ് പൂർണ്ണമായി എടുത്തു മാറ്റി ഒരു പുതിയ വ്യക്തിയാക്കി, ഒരു പുതിയ മനുഷ്യനാക്കി, ഒരു പുതിയ പേര് എനിക്ക് നിങ്ങൾക്കും ദൈവം തരും. അത് ബ്ലസ്ഡ് നെയിമായിരിക്കും. നമ്മൾ ബ്ലസ്ഡായി മാറും. അതാണ് കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നിങ്ങൾ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ മനോഹരമായൊരു കിരീടമായിരിക്കും. കിരീടം ആരുടെ തലയിലായിരിക്കുന്നത്? രാജാക്കന്മാരുടെ തലയിലാണല്ലേ. അപ്പോൾ മനുഷ്യരിൽ നിന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്നവരെ രാജാക്കന്മാർ. അതുപോലൊരു പ്രൊമോഷൻ നമ്മുടെ കർത്താവ് നമുക്ക് തരും, രാജാക്കന്മാരെ പോലെ. കാരണം എന്താ? നമ്മുടെ കർത്താവ് രാജാക്കന്മാരുടെ രാജാവാണ്. നമ്മൾ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ രാജാവിൻ്റെ മക്കൾ ആരാണ്? രാജകുമാരന്മാരും രാജകുമാരികളുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ആ ഒരു പ്രൊമോഷനിലേക്ക് കർത്താവ് ഉയർത്തും. അതാണ് ഈ വചനം പറയുന്നത്. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 2-ാം തിരുവചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.